പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറിയ എന്താണ് നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നേടിയെടുക്കുന്നതാണ് എന്നും നിലനിൽക്കുന്നതും ആർക്കും അപഹരിക്കുവാൻ സാധിക്കാത്തതും. 119-ാം സങ്കീർത്തനം 105-ാം വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രിയ മക്കളെ, ദൈവപാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ വചനം പ്രകാശം നൽകി തരുന്നതാണ്. അതാ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 27:4 പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. നോക്കെ, ഇവിടെ ദാവീദ് ഒരു കാര്യം അപേക്ഷിക്കുക, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, ആയുഷ്കാലമൊക്കെയും ഹല്ലേലൂയ ആ ആലയത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ദാവീദ്. പ്രിയ മക്കളെ, നാം എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തെ ഒരിക്കലും കർത്താവ് നിഷ്ഫലമാക്കുകയില്ല. നമ്മുടെ ആഗ്രഹത്തെ അറിയുന്ന അപ്പൻ, നമ്മെക്കാട്ടിലും നമ്മുടെ ആഗ്രഹത്തെ നന്നായിട്ട് നമ്മുടെ കർത്താപ്പച്ചനെ അറിയുന്നത്. നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലൊരു ഹന്നയെ കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായം 10-11 വാക്യത്തിൽ പറയുന്നു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, യഹോവയുടെ സന്നിധി പ്രാർത്ഥിച്ചു വളരെ കരയുന്ന ജീവിതങ്ങൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിൽ കാണുന്ന, നിലവിളി അറിയുന്ന നാം ഏത് വിഷയത്തിന് മുമ്പിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുവോ അതറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ, നോക്കൂ, യഹോവ അവളെ ഓർത്തു. 20-ാം വാക്യത്തിൽ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞവനെ ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലരും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അപേക്ഷിച്ച് വാങ്ങിയിട്ട് മറന്നുപോകുന്ന ഹല്ലേലൂയ സമയങ്ങളുണ്ട്. പക്ഷെ ഈ ഹന്ന എന്താണ്, മറന്നുപോയില്ല. ഞാൻ അപ്പന്റെ സന്നിധിയിൽ നിന്ന് അപേക്ഷിച്ചു വാങ്ങിയതാന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിടുവാൻ ഇടയായി തീർന്നു. ഈ ശമൂവേൽ ബാലനെ കുറിച്ച് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ലഭിച്ചതായതുകൊണ്ട് ശത്രുവിന്റെ കയ്യിൽ അകപ്പെടുവാനോ അവന് ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപ നഷ്ടപ്പെടുത്തുവാനോ അത് അവനിൽ നിന്ന് അപഹരിക്കുവാനോ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അപ്പന്റെ പാദപീഠത്തിൽ നിന്ന് കരഞ്ഞു വാങ്ങിക്കുന്ന യാതൊന്നിനെ അപ്പച്ച് ശത്രുക്കൾക്ക് കൊടുത്തു വിടുകയില്ല. ഹല്ലേലൂയ. കാത്തുപരിപാലിക്കുന്ന അപ്പൻ, ജീവപര്യന്തം വഴി നടത്തുന്ന അപ്പൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, തേങ്ങൾ അറിയുന്ന, ഓരോ വിഷയത്തിന്മേലും മറുപടി തരുന്ന അപ്പൻ നമ്മെ പരിപാലിക്കും. ഹല്ലേലൂയ. നാം നഷ്ടപ്പെടുവാൻ, നമ്മിൽ നിന്ന് ദൈവ കൃപ നഷ്ടപ്പെടുവാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം മുഴുവനും വായിക്കുമ്പോൾ ബാല്യകാലം മുതൽ ദൈവിക കൃപ അനുസരിച്ച് ജീവിച്ചതായിട്ട്, അതായത് നല്ല പുരോഹിതനായി, ന്യായപാലകനായി, പ്രവാചകനായി എല്ലാ വിധത്തിലും ജനത്തെ പരിപാലിച്ചതായിട്ട് നമുക്ക്
കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഹന്ന ഒരു പുരുഷ സന്താനത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, അപ്പന്റെ ഹല്ലേലൂയ വില, ഹല്ലേലൂയ അപ്പനിൽ നിന്ന് പ്രാപിക്കുന്നത്, അപ്പനോടുള്ള വില, ഹല്ലേലൂയ ഓരോ നിമിഷവും നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒരു പുരുഷ സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അവൾക്ക് ഹല്ലേലൂയ വീണ്ടും മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ഇത്രയുമേ ഒക്കൂ. നമ്മുടെ അപ്പൻ അങ്ങനല്ല. പരിധിക്കപ്പുറമായിട്ട്, നമ്മുടെ വിചാരത്തിലപ്പുറമായിട്ട് നമ്മെ കരുതുന്ന അപ്പന. ഹല്ലേലൂയ. അല്പം ഹല്ലേലൂയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യേശു അപ്പച്ചന്റെ സാന്നിധ്യം മാത്രമാണ്. പ്രീതി മക്കളെ, നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. യേശു അപ്പച്ചന്റെ ആ ക്രൂശ് നോക്കി നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോവാം. ഹല്ലേലൂയ. നോക്കൂ, ദൈവം നൽകി തരുന്ന ഒന്നിനെയും ആർക്കും നഷ്ടമാക്കുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. മനുഷ്യൻ ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ കെണി ഒരുക്കിയാലും ദൈവസന്നിധി ഇരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കരഞ്ഞു വാങ്ങിയ ഹല്ലേലൂയ ഒരു ദൈവഭക്തന്റെ ഹല്ലേലൂയ യാതൊന്നിനെയും നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കില്ല. നമ്മുടെ മനോവ്യസനം അറിയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. മനുഷ്യരൊക്കെ ഹല്ലേലൂയ ദൂരത്ത് നിന്നൊക്കെ നോക്കിയിട്ട് അവരൊക്കെ പലപ്പോഴും ഹല്ലേലൂയ അടുത്തു വരാനൊക്കെ നോക്കും. പക്ഷേ സാഹചര്യം അനുസരിച്ച് അവർ മാറിപ്പോകും. പ്രിയ മക്കളെ, ഏത് സാഹചര്യത്തിലും നമ്മോട് അടുത്തു വരുന്ന ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുപ്പച്ചന്റെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ നേടിയതൊന്നും ഹല്ലേലൂയ ആരും അപഹരിക്കുവാൻ അപ്പൻ അനുവദിക്കുകയില്ല. ദൈവസന്നിധി നമുക്ക് ഉറപ്പോടെ നിൽക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരാം. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി കരയുന്ന ഒരു വ്യക്തിയെയും ദൈവം കൈവിടുകയില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ അപ്പന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തെ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പ്രീതി മക്കളെ, അനേക ജീവിതങ്ങളിൽ നിന്ന് ആ ഹല്ലേലൂയ യേശുപ്പനെ വീണ്ടും പോലെ മനസ്സിലാക്കാതെ ഹല്ലേലൂയ മാറി നിൽക്കുന്ന അവസ്ഥ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവരും അനുഭവിപ്പാൻ, കർത്താവിന്റെ കൃപ ഓരോ മക്കളും മനസ്സിലാക്കുവാൻ, അപ്പനിലെ ഹല്ലേലൂയ ആ വില മനസ്സിലാക്കി, അപ്പനിൽ നിന്നുള്ള സാന്നിധ്യം മനസ്സിലാക്കി യേശുവിനോട് ചേർന്ന് നിൽപ്പാൻ ഓരോ മക്കളെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ വീണ്ടും പോലെ വ്യാപാരം ചെയ്യുവാൻ നമ്മെ ഒരുക്കിയെടുക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവമേ, അപ്പൻ എന്തു കൊടുത്തോ അപ്പൻ കൊടുത്തത് ഹല്ലേലൂയ ഒരിക്കലും നഷ്ടമാക്കുവാൻ അനുവദിക്കുകയില്ലല്ലോ. അപ്പന്റെ സന്നിധി കരഞ്ഞു വാങ്ങിച്ച ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് എപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുവാൻ ഓരോരുത്തരെയും ഇടയാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഹല്ലേലൂയ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. നല്ല അംശം തെരഞ്ഞെടുത്ത് ജീവിപ്പാൻ എല്ലാവരെയും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.